എന്ന് പറയും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വലിയ കുഴപ്പം പലർക്കും ഇല്ല. അപ്പൊ അതുപോലെ ഞാൻ തിരിച്ചു പറയുന്നത്, ആ അമ്മ ആ കുട്ടിയെ അമ്മയ്ക്ക് ഭാവിയിൽ ഇഷ്ടമില്ലാത്ത ഒരു ലെവലിലേക്ക് ഇപ്പൊ ചിലത് ശീലിപ്പിച്ചു. അത് പിന്നെ കുട്ടിക്ക് മാറ്റാൻ പറ്റണില്ല, അമ്മയ്ക്ക് മാറ്റാൻ പറ്റി. നമുക്കും പലർക്കും പറ്റണില്ല. ആ കുട്ടികളുടെ ആശ്വസിപ്പിക്കാനുള്ളത് ഒന്നും നമ്മൾ പറയാറില്ല. എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ടെന്ന് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒറ്റപ്പാലം, വടക്കാഞ്ചേരി, ഷൊർണൂര്, പട്ടാമ്പി ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കാൻ പോകാറുള്ളത് ആ ഏരിയയിലാണ്. ഒരിക്കൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഒറ്റപ്പാലം, പട്ടാമ്പി, ഷൊർണൂര്, വടക്കാഞ്ചേരി സ്ഥലങ്ങളിൽ പല സ്കൂളുകളിലും ഹെഡ് മിസ്ട്രസിനോട് വിളിച്ചു പറഞ്ഞു. അയാൾ പറയാം, ഞാൻ ഹെഡ് മിസ്ട്രസ്മാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സ്കൂളിലെ +1 +2 ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പാൾമാർക്കൊന്നും മനസ്സിലായില്ല. ആരോ ഒരാള് ടെലിഫോണിലൂടെ സ്കൂളിലേക്ക് വിളിച്ച് പറയുന്നു, ആ പ്രിൻസിപ്പാള് ചാർജുള്ള സ്കൂളിലെ +1 +2 ക്ലാസ്സിലെ പെൺകുട്ടികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് തുറന്നു നോക്കണം. ഏതായാലും പ്രിൻസിപ്പാൾമാരെല്ലാവരും മിക്കവാറും ഒരു തീരുമാനം എടുത്തു. എന്താ കാര്യം എന്നറിയണമല്ലോ. അവര് ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞ് എല്ലാ കുട്ടികളും ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ സ്വകാര്യമായിട്ട് ക്ലാസ്സിൽ കയറി ചെന്ന് ക്ലാസ് ടീച്ചേഴ്സിനോട് പറഞ്ഞു, ഒരു 15 മിനിറ്റ് കൂടി ക്ലാസ് എടുത്ത് പെട്ടെന്ന് ക്ലാസ് നിർത്തി എല്ലാ കുട്ടികളോടും ഇൻസ്ട്രുമെന്റ് ബോക്സ് തുറക്കാൻ പറയാം. അർത്ഥം മനസ്സിലായോ? എന്താ കാരണം എന്നൊന്നും പറയരുത്. എല്ലാ കുട്ടികളോടും ഇൻസ്ട്രുമെന്റ് ബോക്സ് തുറക്കാൻ പറയാം. +1 +2 അങ്ങനെ പല സ്കൂളിലെയും പ്രിൻസിപ്പാൾമാർ ചെയ്തു. അവർ കണ്ടത് എന്തറിയോ, പാവപ്പെട്ട പെൺകുട്ടികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ 7ഉം 8ഉം നോട്ടുകൾ 1000-ന്റെയും 500-ന്റെയും ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത്. പ്രിൻസിപ്പാൾമാർ ചോദിച്ചു, ഈ ക്ലാസ് ടീച്ചർ ചോദിച്ചത് എവിടെന്നാ കിട്ടിയത്? ഒരു കുട്ടി പറഞ്ഞ മറുപടി എന്തറിയോ, എന്റെ അമ്മയ്ക്കും എന്റെ അച്ഛനും എന്നെ വേണ്ട. എന്റെ ദുഃഖം കേൾക്കാനോ എന്റെ വിജയം കേൾക്കാനോ എന്റെ അമ്മയ്ക്കും അച്ഛനും സമയമില്ല. അപ്പോ ഞങ്ങളെ അഭിനന്ദിക്കാനും അനുമോദിക്കാനും കുറെ ചെറുപ്പക്കാര് മുമ്പോട്ട് വന്ന് അവര് തരുന്ന പൈസയായിരുന്നു. ഇനി ഞാൻ കൂടുതൽ പറയണോ? വേണ്ടല്ലോ. കുറെ ചെറുപ്പക്കാര് ഞങ്ങളെ അഭിനന്ദിക്കാനും അനുമോദിക്കാനും മുമ്പോട്ട് വന്ന് ഞങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ തരുന്ന പൈസയാണ് ഇത്. ഇത് കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങള് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്. ആ കുട്ടികൾ എത്ര കാലം അങ്ങനെ ജീവിക്കും? ഈ കാശ് കൊടുക്കുന്ന ആൺകുട്ടികളുടെ ഉദ്ദേശം എന്തായിരിക്കും? പെൺകുട്ടികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ മാത്രമേ കാശുള്ളൂ. ആ കുട്ടികൾ അത് ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തിയത് എന്താണ്? ഞങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങളെ വേണ്ട, ആശ്വസിപ്പിക്കാനോ അഭിനന്ദിക്കാനോ അനുമോദിക്കാനോ അവർക്ക് നേരെയില്ല. പകരം മറ്റുള്ളവർ ഞങ്ങളെ ആശ്വസിപ്പിക്കാനും അനുമോദിക്കാനും വരുമ്പോൾ ഞങ്ങൾ അവരുടെ ആശ്വാസവാക്കുകളും അനുമോദന വാക്കുകളും എടുക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന അമ്മമാരോട് എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ജന്മം നൽകിയത്. നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ടല്ല നിങ്ങൾ അവർക്ക് ജന്മം നൽകിയത്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അഥവാ നമ്മളുടെ മക്കൾക്ക് നല്ല ഒരു ശരീരം കൊടുത്താൽ മാത്രം പോരാ, നല്ല ഒരു മനസ്സും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നല്ല ഒരു ശരീരം നല്ല ഭക്ഷണം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. നല്ല ഭക്ഷണം കൊടുത്ത് നല്ലൊരു ശരീരം ഉണ്ടാക്കാൻ സാധിക്കും. നല്ലൊരു മനസ്സുണ്ടാക്കണമെങ്കിൽ അവർക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കണം, നല്ല അനുഭവങ്ങൾ കൊടുക്കണം, നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം. ഇത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കൊടുത്താലും മതി, രാവിലെ കുട്ടികൾക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ കൊടുത്താലും മതി, അല്ലെങ്കിൽ അവനെ സ്കൂളിലേക്ക് തയ്യാറാക്കുമ്പോൾ അവന്റെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ കൊടുത്താലും മതി, അല്ല അവൻ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കൊടുത്താലും മതി, കളിക്കുന്ന സമയത്ത് കൊടുത്താൽ മതി. അടുക്കളയിൽ അമ്മ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തിരുത്തിയിട്ട് അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുട്ടികൾക്ക് സന്ദേശം കൊടുത്താൽ മതി. ഈ സദ്ദാം ഹുസൈനും പ്രസിഡന്റ് ബുഷും സംസാരിക്കുന്ന മാതിരി മുഖാമുഖം സംസാരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്ന്
നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. പണ്ട് പെൺകുട്ടികള് ഇത്രയും അധികം ഡിജക്റ്റഡ് ആയിരുന്നില്ല. ഞാനിപ്പോ മേരി മാതാ കാണിക്കമാത കോളേജിൽ ഞാൻ പോയി, കാണിക്കമാത സ്കൂളിലും പോയി കോളേജിലും പോയി പാലക്കാട്. ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ മദർ സുപ്പീരിയർ എന്നോട് വന്ന് പറഞ്ഞത് എന്താ അറിയോ? സാറ് ഒന്ന് എൻ്റെ മുറിയിലേക്ക് വരണം. ആ മദർ സുപ്പീരിയർ അവരുടെ മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയത് എൻ്റെ വലത്തെ കൈ പിടിച്ചോണ്ടാ. എന്നിട്ട് അകത്തി എന്ന് ബോൾട്ട് ഇട്ട് പറഞ്ഞു, ഇവിടത്തെ പെൺകുട്ടികൾക്ക് അമ്മയെ കാണുന്നത് ദേഷ്യ, അവർക്ക് അമ്മയോട് ഭയങ്കര ദേഷ്യ, അവരമ്മയോട് സംസാരിക്കില്ല. 75% പെൺകുട്ടികള് അമ്മയോട് അവരുടെ ദുഃഖമോ വേദനയോ സന്തോഷമോ വികാരമോ വിചാരമോ പങ്കുവെക്കില്ല. സാർ ഒരു ദിവസം ഇവിടെ വന്ന് ഈ പെൺകുട്ടികൾക്ക് 3 മണിക്കൂറെങ്കിലും ഇപ്പൊ ക്ലാസ് എടുത്ത മാതിരി എടുക്കണം, അവരെ ഒന്ന് മാറ്റണം. ഞങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല. അവർ കരയുന്നുണ്ട്, മദർ സുപ്പീരിയർ കരയുന്നുണ്ട്. എന്താ കാരണം? നമ്മുടെ അമ്മമാർക്ക് മകളോടും മകനോടും ഒരുപക്ഷെ അകത്ത് സ്നേഹം ഉണ്ടാവുമായിരിക്കാം, ബഹുമാനം ഉണ്ടാവുമായിരിക്കാം, ഇഷ്ടം ഉണ്ടാവുമായിരിക്കാം. ഇത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാ. ഈ പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് എന്ത് വിലയാ ഉള്ളത്? പ്രകടിപ്പിക്കാത്ത ബഹുമാനത്തിന് എന്ത് വിലയാ ഉള്ളത്? പ്രകടിപ്പിക്കാത്ത സന്തോഷത്തിന് എന്ത് വിലയാ ഉള്ളത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം. എനിക്ക് എൻ്റെ മകനെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പുറത്ത് കാണിക്കില്ല. പിന്നെ ഇത് അകത്ത് വെച്ചുകൊണ്ട് ചാവുമ്പോഴത്തേക്ക് ഉപയോഗിക്കാനാ? എന്തിനാ സ്നേഹം വെച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അമ്മയും അച്ഛനും അധ്യാപകരും അധ്യാപികയും ലോകത്തിലെ ഏത് വ്യക്തിയും സത്യസന്ധനായാൽ മാത്രം പോരാ. സത്യസന്ധനാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പെരുമാറുകയും വേണം. സത്യസന്ധനായാൽ മാത്രം പോരാ, സത്യസന്ധനാണെന്ന് ലോക ജനതയ്ക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തില് പെരുമാറുകയും വേണം. ആത്മാർത്ഥതയുള്ളവനായാൽ മാത്രം പോരാ, ആത്മാർത്ഥതയുള്ളവനാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയും വേണം. അതുപോലെ തന്നെയാണ് മക്കളോട് സ്നേഹമുള്ളവനായാൽ പോരാ, സ്നേഹമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. ഈ തിലകനും മോഹൻലാലും തമ്മിലൊരു സിനിമയുണ്ടില്ലേ? ആ മോഹൻലാല് തിലകൻ അധ്യാപകനാ, ദേശീയ അവാർഡൊക്കെ വാങ്ങിച്ച ഒരു അധ്യാപകൻ. നിങ്ങൾ ചിലപ്പോ കേട്ട് കാണും. സിനിമ പേരെന്റെ നാവിൽ വരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്താണ്? സ്ഫടികം. ആ ലോറിയുടെ പുറത്ത് ചെകുത്താൻ എഴുതുന്ന തന്നെയല്ലേ? അത് കഴിഞ്ഞിട്ട് അച്ഛൻ തന്നെ മാറ്റി ചെകുത്താൻ മാറ്റിയിട്ട് സ്ഫടികം എന്നെഴുതി. അപ്പൊ അത്രയും കാലം ആ മകനോട് അച്ഛൻ കാണിച്ച ക്രൂരത, അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഒരു ജീവിത കഥയാണത്, അത് സംഭവിച്ച ജീവിത കഥയാണത്. അപ്പോ നമ്മളുടെ മുമ്പില് നമ്മുടെ മക്കൾക്ക് നല്ല ഒരു ശരീരം കൊടുത്താൽ മാത്രം പോരാ, നല്ലൊരു മനസ്സും കൊടുക്കണം. അതിനാവശ്യമായ രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തണം. ഈ ലോകത്തിൽ 2 തരത്തിലുള്ള അറിവുണ്ട്. അത് ആധുനികമായ അറിവ്, അത് കൂടുതലും കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ്. മൂല്യാധിഷ്ഠിതമായ അറിവ് അത് കൂടുതലും കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്നാണ് വാല്യൂ ബേസ്ഡ് നോളജ് കിട്ടേണ്ടത്. മൂല്യാധിഷ്ഠിതമായ അറിവും അതുപോലെ മോഡേൺ അറിവും. ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള ഇഷ്ടികയും സിമന്റും പോലെയാണ്. ആ ഇഷ്ടിക മോഡേൺ അറിവ് പോലെയാണ്. ഒരു കുട്ടിയെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആ മോഡേൺ അറിവ് സഹായിക്കും. ഇഷ്ടിക വെച്ച് ഒരു കെട്ടിടത്തെ 4 നിലയോ 5 നിലയോ ആക്കാൻ സാധിക്കും. ആ ഇഷ്ടിക കൊണ്ട് മാത്രം ഒരു കെട്ടിടം പണിതെന്ന് വിചാരിക്കുക, സിമന്റ് ഇട്ടില്ല എന്ന് വിചാരിക്കുക, ആ കെട്ടിടം എങ്ങനെ ഉണ്ടാവും? അത് സ്ട്രോങ് ആവില്ല. അപ്പോ ഓരോ ഇഷ്ടികയ്ക്കും ഇടയ്ക്ക് ഇടേണ്ട അളവില് സിമന്റ് ചേർത്ത് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴാണ് ആ കെട്ടിടം ബ്യൂട്ടിഫുൾ ആവുന്നത്, ഡ്യൂറബിൾ ആവുന്നത്, സ്ട്രോങ് ആവുന്നത്. ബ്യൂട്ടിഫുൾ, ഡ്യൂറബിൾ ആൻഡ് സ്ട്രോങ്. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലും അത് തന്നെയാണ്. ആ കുട്ടികൾ ഉയർന്ന് ഗ്രേറ്റ് ആവണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അഡ്വക്കേറ്റോ
ജഡ്ജിയോ അല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഏത് ആർട്ടിസ്റ്റോ ഡാൻസറോ ഏതാവണമെങ്കിലും തത്തുല്യമായ മോഡേൺ നോളജ് അവന്റെ ജീവിതത്തിൽ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് മാത്രമായില്ല, കുറച്ച് മൂല്യാധിഷ്ഠിതമായ അറിവ് സ്കൂളിൽ നിന്നും ബാക്കിയുള്ളത് വീട്ടിൽ നിന്നും നമ്മൾ കൊടുക്കുമ്പോഴാണ് ഈ ഇഷ്ടികകൾക്കിടയ്ക്ക് കുറേശ്ശെ സിമന്റ് ഇടുന്നത് പോലെ ആ കുട്ടിയുടെ ജീവിതമാകുന്ന കെട്ടിടം ബ്യൂട്ടിഫുള്ളും ഡ്യൂറബിളും സ്ട്രോങ്ങുമാവുന്നത്. അപ്പൊ ചിലര് പറയാറുണ്ട്, ചില സ്കൂളിൽ ഞാൻ പോകുമ്പോ അവർ പറയാറുണ്ട്, പ്രിൻസിപ്പാൾമാർ വന്ന് പറയാറുണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, സാറേ ഇവിടെ 25 പീരീഡാണ് ക്ലാസ് ഉള്ളത്, അതിൽ 2 പീരീഡ് എത്തിക്സ് ആൻഡ് മോറൽ സയൻസിനാ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഞാനതിന് മറുപടിയേ കൊടുക്കാറില്ല. അതായത് 25 പീരീഡ് ഉള്ളതില് 2 പീരീഡ് ഈ വാല്യൂസ് പഠിപ്പിക്കാനാണ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഈ കെട്ടിടം പണിയുമ്പോ ഓരോ ഇഷ്ടികയും ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ സിമന്റ് ഇടുന്നതിന് പകരം ഒരു 10 ലെയർ ഇഷ്ടിക ഒരുമിച്ചിട്ട് അതിൻ്റെ മുകളിൽ 10 ലെയർ സിമന്റ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും? 10 ലെയർ സിമന്റ് ഒരുമിച്ചിട്ടു, എന്നിട്ട് 10ാമത്തെ ഇഷ്ടികയുടെ മുകളിൽ 10 ലെയർ സിമന്റ് ഒരുമിച്ചിട്ടു. ആ കെട്ടിടം എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഇട്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല അല്ലേ? എന്താ കാരണം? ഓരോ ഇഷ്ടികക്കും ഇടേണ്ട സമയത്ത് ഇടാതെ എല്ലാം കൂടി ചേർത്ത് പിന്നീട് ഇട്ടതുകൊണ്ട് നേരത്തെ ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടില്ല. അതുകൊണ്ട് തന്നെ അധ്യാപികമാരോട് അല്ലെങ്കിൽ അധ്യാപകരോട് ഞാൻ പറയുന്നു, ഓരോ ക്ലാസ്സിലും തുടക്കത്തിലോ അവസാനത്തിലോ 5 മിനിറ്റെങ്കിലും, 1 മണിക്കൂറുള്ള ക്ലാസ്സിൽ 55 മിനിറ്റ് മറ്റു കാര്യങ്ങൾ, 5 മിനിറ്റ് മൂല്യാധിഷ്ഠിതമായിട്ടുള്ളത് പഠിപ്പിക്കണം. 45 മിനിറ്റുള്ള പീരീഡ് ആണെങ്കിൽ 40 മിനിറ്റും മോഡേൺ സിലബസ് ബേസ്ഡ് പഠിപ്പിക്കുക. നിങ്ങൾ മാത്തമാറ്റിക്സ് ടീച്ചറോ കെമിസ്ട്രി ടീച്ചറോ ഫിസിക്സ് ടീച്ചറോ ആരുമാവട്ടെ, 5 മിനിറ്റ് നന്മ നിറഞ്ഞ ഒരു സന്ദേശം, ഒരു കഥ, ഒരനുഭവം പറഞ്ഞിട്ടേ വരാവൂ. ഞാൻ മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ചിരിച്ചുകൊണ്ട് നമ്മളുടെ മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവരോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് തമാശ രൂപത്തിൽ കുറച്ച് ചിരിച്ച മുഖഭാവത്തോടുകൂടി അവരുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു എന്ന് വിചാരിക്കുക, കഥകൾ പങ്കുവെച്ചു എന്ന് വിചാരിക്കുക. അവർക്ക് ആ അമ്മയുടെ അടുത്തിരിക്കാൻ എന്ത് സന്തോഷമായിരിക്കുന്നറിയോ? കാരണം അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നത് ആഹ്ലാദജനകമായ അനുഭവമാണ് ഉണ്ടാവുക. MT വാസുദേവൻ നായർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ ധരിക്കാം. ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ട് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളില്, സെനറ്റ് ചേംബറിലല്ല, സെനറ്റ് ഹാളില് അദ്ദേഹത്തിന് അഭിനന്ദിക്കലുണ്ടായിരുന്നു. തിരുവനന്തപുരം പൗരാവലിയുടെ അഭിനന്ദനം കൊടുത്തപ്പോ 2-3 കുട്ടികള് നേരെ സ്റ്റേജിൽ കയറി, ആരോടും പറയാതെ കയറി അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് എന്തുകൊണ്ടാണ്, എങ്ങനെയാ കിട്ടിയത്? ജ്ഞാനപീഠം അവാർഡ് കിട്ടിയപ്പോൾ ആരെയാ ഓർത്തത്? എന്തായിരുന്നു മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞറിയോ? എനിക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടാൻ കാരണം എൻ്റെ മനസ്സിൽ നിറച്ചും എൻ്റെ രചനകളിലെല്ലാം, ഞാൻ എഴുതിയ സിനിമാ കഥകളിലും നോവലുകളിലുമെല്ലാം എൻ്റെ അമ്മയും അമ്മൂമ്മയും എനിക്ക് പറഞ്ഞു തന്ന ജീവിതഗന്ധിയായ കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളുമായി. അതാണ് എൻ്റെ മനസ്സിൽ ഇന്നുമുള്ളത്. അതുകൊണ്ട് എനിക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ തൊഴുതുകൊണ്ട് ഓർത്തത് എൻ്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും പാദങ്ങളെ ആയിരുന്നു. അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ? എൻ്റെ മാതാപിതാക്കളെ എന്നല്ല പറഞ്ഞത്, അമ്മയെയും അമ്മൂമ്മയെയും എന്നാ പറഞ്ഞത്. അപ്പോ ശരിക്ക് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നത്, ശരീരം കൊടുക്കുന്നതും അമ്മയാണ്, നല്ല മനസ്സ് കൊടുക്കുന്നതും അമ്മയാണ്. അതിനുള്ള സപ്പോർട്ടാണ്
പിതാക്കന്മാർ, അച്ഛന്മാരിൽ നിന്ന് ലഭിക്കേണ്ടത്. അപ്പൊ ശരിക്ക് നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതെല്ലാം പഠിപ്പിക്കുമ്പോഴും ഓർമ്മിക്കാം. പഠിക്കാനുള്ളതും ഓർമ്മിപ്പിക്കണം. പഠിപ്പിക്കാനുള്ളത് മാത്രം ഓർമ്മിച്ചാൽ പോരാ. പഠിക്കാനുള്ളത് എന്താ ഓർമ്മിക്കാനുള്ളത്? മകനെ, മകളെ, നിനക്ക് ജീവിതത്തിൽ ആവശ്യമാകുന്ന ആകെ അറിവുകളുടെ കാൽഭാഗം മാത്രമേ സ്കൂളിൽ നിന്ന് ലഭിക്കുള്ളൂ. കാൽഭാഗം അറിവ് നീ തന്നെത്താനെ ഉണ്ടാക്കണം. കാൽഭാഗം അറിവ് ചുറ്റുപാടുകളിൽ നിന്നും മറ്റ് അറിവുള്ളവരിൽ നിന്നും നീ നേടണം. ബാക്കി കാൽഭാഗം അറിവ് ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് നീ പഠിക്കണം. ഇത് നമ്മൾ പറയാറുണ്ടോ നമ്മുടെ മക്കളോട്? സംസ്കൃത ശ്ലോകം ഉണ്ട് അതില്. ആചാര്യാത് പാദമാദത്തേ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ച. ഇത് ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട അറിവാണ്. ഇപ്പൊ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്ത് പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരുമ്പോ കുറേ പെൺകുട്ടികൾ, പർട്ടിക്കുലർലി പറയാം, ആ ക്ലാസ്സിൽ ഇത്രയും താല്പര്യത്തോടു കൂടിയിരുന്ന മുസ്ലിം പെൺകുട്ടികൾ. അവർ മുസ്ലിം കുട്ടികളെന്ന് പറഞ്ഞത് തലയിലൊരു മുണ്ടുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അറിയില്ല. ആ കുട്ടികൾ വന്ന് പറഞ്ഞ വരികൾ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. സാർ ആ സംസ്കൃത ശ്ലോകം 2-3 പറഞ്ഞത് ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾ കേട്ടിട്ടില്ല, ഒന്ന് എഴുതിയെടുക്കാനാ. അപ്പൊ ആലോചിച്ച് നോക്കാം, ഇതുമാതിരിയുള്ള സന്ദേശങ്ങള് ഏത് മതത്തിലുള്ളവനാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവനാണെങ്കിലും യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആണിത്. അത് എൻ്റെ മതത്തിൽ ഇത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല എന്ന് ധരിച്ചു മാറി നിൽക്കുന്നതിന് പകരം നമ്മുടെ മക്കളോട് നമ്മൾ പറയണം, നിന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അറിവുകളുടെ കാൽഭാഗം മാത്രമേ സ്കൂളിൽ നിന്ന് കിട്ടുള്ളൂ. കാൽഭാഗം നീ തന്നെത്താനെ ഉണ്ടാക്കണം. കാൽഭാഗം അറിവുള്ള മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാക്കണം. അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടാക്കണം. എന്താ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണം? നല്ലോണം പറഞ്ഞു കൊടുക്കണം. നമ്പർ വെച്ച് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ശരിക്കും ആ നമ്പർ വെച്ച് പറഞ്ഞു കൊടുക്കാം. ജീവിതത്തിൽ ഉയരാൻ 2 തരം നോളജ് വേണം. 2 എന്താ? 2 മോഡേൺ നോളജും വാല്യൂ ബേസ്ഡ് നോളജും. ഇത് നമുക്ക് ജീവിതത്തിൽ 2 ലെവലിലെത്താനാണ്. എന്താ 2? ഗ്രേറ്റും ഗുഡും. ഏത് തരത്തിലുള്ള അറിവുകളാണ്? വാല്യൂ ബേസ്ഡ് നോളജ് നമ്മളെ ഗുഡാക്കുന്നു, മോഡേൺ നോളജ് നമ്മളെ ഗ്രേറ്റ് ആക്കുന്നു. മോഡേൺ നോളജിനെ ഏതുമായിട്ടാണ് താരതമ്യം ചെയ്തത്? കെട്ടിടത്തിന്റെ ഇഷ്ടികയുമായിട്ട്. വാല്യൂ ബേസ്ഡ് നോളജിനെ ഏതുമായിട്ടാണ് താരതമ്യം ചെയ്തത്? കെട്ടിടത്തിന്റെ സിമന്റിനെ. ആ കെട്ടിടത്തില് സിമന്റ് എത്ര ക്വാളിറ്റിയാ നൽകുന്നത്? സിമന്റ് കെട്ടിടത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് 3